ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് യു എയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ ചെയ്യാമെന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് യു എയിലോട്ട് വരാനുള്ളവരാണെങ്കിലും ഇപ്പം നിയർ ഈ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ യു എയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഞാനൊക്കെ യു എയിൽ വന്നിട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മുടിയുടെ എല്ലാ തിക്നെസ് പോയി, ഹെയർ ഫോൾ കൂടുതലായി, ഡാൻഡ്രഫൊക്കെ വന്നപ്പോഴാണ് കംപ്ലീറ്റ്ലി ഒരു മുടി ഹെയർ കെയർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മുടിയിലോട്ട് നമ്മൾ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു സമയത്തേക്കും ഹെയർ ഫോൾ കൂടിയിട്ടുണ്ടായിരുന്നു, ഡാൻഡ്രഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് രീതിയിൽ ചെയ്യണമെന്ന് അറിയില്ല. ആദ്യമൊക്കെ വന്ന സമയത്ത് ഒരു വർഷത്തോളം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ നല്ല ചൂട് ഉള്ള വെള്ളമായിരിക്കും, എന്നാൽ പോലും അതിലായിരിക്കും ഹെയർ വാഷ് ചെയ്യുക. അത് ഷവർ വെച്ചിട്ടായിരുന്നു ഹെയർ വാഷൊക്കെ ചെയ്ത്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു, ജസ്റ്റ് ഒരു ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ടിട്ടായിരുന്നു ഹെയർ വാഷ് ചെയ്യാറ്. അപ്പം മെയിനായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു 99% ആൾക്കാർക്കും ഈ ഒരു ഹെയർ ഫോളും ഡാൻഡ്രഫിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ളവരാണ്. എന്നാൽ പോലും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു സമയത്തുള്ള പോലത്തെ ഒരു ഹെയർ ഫോൾ ആണെങ്കിൽ ഡാൻഡ്രഫ് ആണെങ്കിലൊക്കെ അതുപോലെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെയർ ഫോൾ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഡെഡ് ഹെയർ ഒക്കെ റിമൂവ് ആകുന്നതിനെയാണ് നമ്മൾ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യം, അതിന് കൂടുതലായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ഷവറിൽ ഇങ്ങനെ വാഷ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഹെയർ ഷവറിൽ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ വാഷ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ തിക്നെസ്സൊക്കെ കുറഞ്ഞ് ഹെയർ ഫോളൊക്കെ പിന്നീട് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഡെയിലി ഹെയർ വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 1.5 കൊല്ലത്തോളം ഞാൻ ഡെയിലി ഹെയർ വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അധികം നമ്മളിപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയും, നീ എപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യുന്നത്, ഡെയിലി ചെയ്യാറുണ്ടോ എന്നൊക്കെ. അവരൊക്കെ ചെയ്യുന്നത്, അധികം ലേഡീസും കംപ്ലീറ്റ് ചെയ്യുന്നത് വീക്കിലി 3 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് ആണ്. അങ്ങനെയുള്ളൊരു കമൻറ്റ് ആയിട്ട് വീഡിയോൻ്റെ താഴെ. പിന്നീടാണ് ഞാനൊരു വീക്കിലി 3 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് മാത്രമാണ് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ഇപ്പം ഏതൊരു ടൈമാണോ ഹെയർ വാഷ് ചെയ്യുന്നത്, ഇപ്പം മൺഡേ ഞാൻ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സൺഡേ നൈറ്റ് ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടായിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നോർമൽ ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നതാണ്, എന്നാൽ പോലും ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് പൊതുവേ ഞാനിപ്പം ഈയിടെ ഒരു 2-2.5 വർഷമായിട്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഹെയർ വാഷ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയതിനേക്കാളും പഴയത് എങ്ങനെയാണോ ചെയ്യുന്ന റൂട്ടീൻസ് അതിൽ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ചസ് ഹെയറിൽ നമുക്ക് മനസ്സിലാവും. എനിക്കതിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം ചെയ്യാത്തൊരു കാര്യമായിരുന്നു, നോർമലി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, എന്നാൽ പോലും ഹെയറിൽ നല്ലൊരു ഹെർബൽ ഓയിൽ യൂസ് ചെയ്യാം. എന്തെങ്കിലും കുറച്ചൊരു ഹെർബൽസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കുക, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിട്ടാണ്, റൂമിലാണുള്ളത്, ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് വേറെ സ്ഥലത്തുനിന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഹെർബൽ ഓയിലിൻ്റെ അതിൻ്റെ മാത്രം റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ഫോൾ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും ഡാൻഡ്രഫ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഹെയർ നല്ല തിക്നെസ് മീൻസ് കുറേയൊക്കെ പോയിട്ടുണ്ട് ഹെയർ ഫോൾ വന്നിട്ട്, എന്നാൽ നമുക്ക് ആ ഒരു കെയർ ചെയ്യാൻ പറ്റും. ഞാൻ നോർമലി ഹെയറിൽ സ്ട്രൈറ്റനിങ്, കെരാറ്റിൻ, പ്രോട്ടീൻസ് ഒക്കെ ചെയ്യുന്നതാണ്. എന്നാൽ പോലും അവരിപ്പം പറയുന്ന ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമലി ഹെയർ ഓയിൽ വെച്ചിട്ടാണ് ഹെയർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഹെയറിൽ സ്കാൾഫിൽ അത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാക്സിമം ഞാൻ ഒരു 1 അവർക്ക് പിടിപ്പിച്ച് ഇടാൻ നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നോർമൽ ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഈ സ്ട്രെയിറ്റിങ് സ്മൂത്തിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കെരാറ്റിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോട്ടീൻസ് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞാൽ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു 2 മാസം നല്ല ഇതിൽ നിൽക്കും മുടി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യും, ഡാൻഡ്രഫ്, അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ആയി പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇഷ്യൂസൊക്കെ ഞാൻ ഒഴിവാക്കിയത് ഈ ഒരു ഹെർബൽ ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. അതൊരു 100% നമുക്കത് ഉറപ്പിൽ പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടും ഈ ഒരു കെരാറ്റിനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു ഹെയർ ഓയിൽ.
പിന്നെ മെയിനായിട്ട് നമുക്കതിൽ ഹെർബൽസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്, ചെറിയ മക്കൾക്ക് മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. മെയിനായിട്ട് ഷവറിൽ വാഷ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇപ്പം ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് തലേദിവസം ഒരു ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചിട്ട് അങ്ങനെ ഹെയർ വാഷ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഒരു നല്ലൊരു ഹെർബൽ ഓയിൽ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ ഈ അടുത്തായിട്ട് ഈ ഒരു ഹെർബൽ ഓയിലൊക്കെ ഞാൻ തന്നെയാണിത് ചെയ്യുന്ന ഒരു ഹെർബൽ ഓയിലിൻ്റെ. അപ്പം ഞാനിത് കൊടുക്കുന്ന സമയത്ത് കുറേ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറയും വെള്ളമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ നോർമലി അങ്ങനെ ചെയ്യണമെന്നില്ല, അത്രയും അവർ കെയർ ചെയ്യുന്നുണ്ട്, അത്രയും പേടിച്ചിട്ട്. ആദ്യം ഹെയർ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് എല്ലാ വീക്കും പോയിട്ട് ഇത്ര ഒരു വലിയൊരു ബോട്ടിലുണ്ട് നമുക്ക് ഇവിടുന്ന് 10 dirhams ഒക്കെ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നത്, അത് കൊടുത്തിട്ട് വെള്ളം വാങ്ങിച്ച് വെക്കുമായിട്ട് ഹെയർ വാഷ് ചെയ്യും. അതിന് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പം മെയിനായിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ നോർമലി ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെക്കുക, ഷവർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നല്ലൊരു ഹെർബൽ ഓയിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, നല്ലതാണ്. നമ്മൾ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ ഈ ഒരു ക്ലോറിൻ വാട്ടറൊക്കെ ആയതുകൊണ്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് നമ്മൾ നല്ലൊരു പ്രോട്ടീനൊക്കെ നമ്മുടെ ഹെയറിന് കൊടുക്കുകയാണെങ്കിൽ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ UAE-യിലുള്ളവരാണെങ്കിലും പിന്നെ നാട്ടിൽ നിന്ന് UAE-യിലോട്ട് വരുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. നമ്മളൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു ഇഷ്യൂസ് മെയിനായിട്ട് ഞങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.